കള്ളം പറയുക പൈസ പോലും പറിച്ചിട്ടില്ല, വല്ല ഡേ ടു ഡേ ഒന്ന് വാങ്ങിയതായിരിക്കും മിക്കവാറും. സിംഗപ്പൂർ, സൗത്ത് കൊറിയ. പറഞ്ഞു എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? പിന്നെ നമ്മൾ ഇവിടെ കയറിയപ്പം തന്നെ ഒരു മലയാളി കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞങ്ങൾ രജിസ്ട്രേഷൻ സമയത്താണ് അവൻ പറഞ്ഞു, നിങ്ങൾ കയറിയ പൈസ ഒന്നും കൊടുത്തു പോലെ, ഇത് കംപ്ലീറ്റ്ലി സ്കാമാണ്. ആ കുട്ടി ഇവിടുത്തെ സ്റ്റാഫാണ്. എൻ്റെ വീഡിയോ ആണ് എടുത്തു പോകുന്നത്. ജസ്റ്റ് എനിക്ക് ആ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്ന് ഫുഡ് വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് വീഡിയോ അങ്ങനെ ഒന്നുമല്ല എടുക്കുന്നത്. ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ വീഡിയോ ആണ് എടുക്കുന്നത്. ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല, കിട്ടാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദുബൈയിൽ നമ്മളിപ്പം നാട്ടിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് സെൻറ്ററിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂപ്പൺ കിട്ടില്ലേ പേര് എഴുതിയിടാൻ. പക്ഷെ അത് ലക്കി ഡ്രോയിൽ ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇവിടെന്ന് വെച്ചാൽ നമ്മൾ കൂപ്പൺ ഇട്ടാൽ എല്ലാവർക്കും കിട്ടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ലക്കി ഡ്രോ പോലത്തെ ഒരു കൂപ്പൺ എഴുതിയിടും. അതിൽ എഴുതിയിട്ടാൽ നമ്മളെ കോൺടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ഈ വിളിക്കുന്ന ആൾക്കാർ എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കലൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടീമായിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഹോളിഡേ കൺസൾട്ടൻറ്റ് ടീംസ് എല്ലാം ഉണ്ടാവില്ലേ, അവരായിരിക്കും വിളിക്കുക. എന്നിട്ട് അവർ നമുക്ക് എന്ത് ചെയ്യും, ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾക്ക് ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്, 3 വൗച്ചേഴ്സ് കിട്ടും. ചിലപ്പോൾ അത് ബുർജ് ഖലീഫ ടിക്കറ്റ് വരെ ആവാം. ലാസ്റ്റ് ടൈം നമുക്ക് ഡോ ക്രൂസിൻ്റെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് എനിക്ക് യൂട്യൂബില്ല, അതുകൊണ്ട് യൂട്യൂബിൽ ഇട്ടില്ല. അതുകൊണ്ടാണ് യൂട്യൂബിലിടാന്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഇതുപോലെ 3 എന്തോ ഒരു പ്രൈസ് ലിസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ, എന്തെല്ലാം അവർ തന്ന ഡീറ്റെയിൽസ് എന്നുള്ളത്. നമ്മളോട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇല്ല ഞങ്ങൾ വരുന്നില്ല. ഇതിന് മുന്നേ ഞങ്ങൾ ഇതുപോലെ വേറൊരു ടീം വിളിച്ചിട്ട് പോയിട്ട് അവരുടെ അടുത്ത് നമ്മൾ മെസ്സേജ് അയച്ച് ആ സംഭവം നമുക്ക് ഫ്രീ വൗച്ചേഴ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ കുറേ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. മെയിൽ അയച്ചു, മെസ്സേജ് അയച്ചു, അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അതായത് അടുത്ത മാസം പോകേണ്ടിക്ക് നമ്മൾ ഈ മാസം തന്നെ അവരോട് പറഞ്ഞു വെക്കണം, പ്രീ ബുക്ക് ചെയ്യണം. എന്നിട്ട് 40 ദിവസം കഴിഞ്ഞാൽ മാത്രമേ തരത്തുള്ളൂ. അങ്ങനെയായിരുന്നു ആ ടീം. ആ ടീമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയായിരുന്നു ടീം. അപ്പോൾ ഇവർ വിളിച്ചപ്പം തന്നെ നമ്മൾ കാര്യം പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾ ഇതുപോലെ പല ആൾക്കാരും വിളിച്ചിട്ടുണ്ടായിരുന്നു, സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെയായിരുന്നു, അതായത് ഇന്ന് ഞാൻ പോകുന്ന ദിവസം ഇന്നലെയായിരുന്നു അവർ വിളിച്ച ഡേറ്റ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ റൂമിൽ ഫറു എത്തിയപ്പം പറഞ്ഞു, ഇത് സംഭവം പഴയതുപോലെ തന്നെ ആയിരിക്കും, മതി വേണ്ടാന്ന് പറഞ്ഞിട്ട് മടിച്ച് നിന്നതാണ്. പിന്നെയും ഇന്ന് ഫറുവിനെ ഫോൺ വിളിച്ച പോലും, സർ എന്തായാലും നിങ്ങൾ വരണം, ഞങ്ങൾക്ക് അങ്ങനെ ഹിഡൻ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങളൊന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കും കൂടി അറിയാം, ഇതിൽ പല ആൾക്കാരും ദുബായിലുള്ള വ്യൂവേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ കാര്യം അറിയാൻ പറ്റുമായിരിക്കും. കാരണം ഇത് ലക്കി ഡ്രോ ഒന്നല്ല, എല്ലാവരെയും വിളിക്കും. ഇവരെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പോയിട്ട് വേണം അവർ ഏത് ടീമാണ്, എന്തിൻ്റെ ഇവൻ്റാണ് അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവരെന്തോ പ്രൊമോഷണൽ ബേസ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം പോയ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ 3 കൂപ്പൺ തന്ന്, ആ 3 കൂപ്പൺ തന്നപ്പോൾ ഇവരൊരു ഓഫർ വെച്ചു. അതായത് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഏതെങ്കിലും ഒരു 3 കൺട്രി, അതായത് ഷെങ്കൻ കൺട്രി എന്ന് പറയുമ്പോൾ അറിയില്ലേ, ഫിൻലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, അങ്ങനത്തെ കൺട്രീസിൽ ഏതെങ്കിലും കൺട്രീസിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങളുടെ വിസ പ്രൊസീജിയർ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇവരെ സർവീസ് ആയിരിക്കും ഉണ്ടാവാൻ, ഫ്രീ സർവീസ്. അതുപോലെ തന്നെ ഹോട്ടൽ സ്റ്റേയും കാര്യങ്ങളും ഫ്രീ സർവീസ്. പിന്നെ മുന്നേ ഒരു ട്രാവൽ ഏജൻസിയിൽ പണിയെടുത്ത ചെറിയൊരു വിവരം വെച്ചിട്ട് എനിക്കറിയാം ആ ഒരു ബഡ്ജറ്റിൽ, അവർ പറയുന്ന ബഡ്ജറ്റിൽ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് വരാൻ പറ്റൂല എന്നുള്ളത്. അപ്പം ഞാൻ അവർ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേൾക്കുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ട്രാവൽ ഏജൻസിയിൽ പണിയെടുത്തതാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്ത് ചെയ്ത്, നമ്മൾ അവരെ കഥയും കേട്ടെന്ന് അവരെ വൗച്ചറും വാങ്ങി. പിന്നീടാണ് നമുക്ക് മനസ്സിലായത്, ആ വൗച്ചർ റെഡീം ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവരിങ്ങനെ 2 ആഴ്ച 3 ആഴ്ച 1 മാസം 40 ദിവസമൊക്കെ എടുത്തിട്ടാണ് തരുന്ന സംഭവം. പിന്നെ ഇങ്ങനത്തെ ഇവൻറ്റും നമ്മളെ ഈ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഇന്ന് നമുക്കുള്ളത് ജദ്ദാഫിലുള്ള ഒരു ബാസിലോ ഹോട്ടലാണ്. അത് 5 സ്റ്റാർ ഹോട്ടലാണ്. ഞാൻ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. ഇൻഷാല്ല വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കണ്ടിന്യൂ എടുത്ത് അങ്ങ് പോകും, അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു പോർഷന് മാത്രമേ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോയാലോ? പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഫാമിലി കപ്പിൾസിനാണ് അവർ കൂടുതലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. കാരണം കപ്പിൾസാണിപ്പം കൂടുതലായിട്ടും ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അവരെ വിളിച്ച് അവർക്ക് ബെനിഫിറ്റ് ഉള്ളത് കപ്പിൾസിനെ കൊണ്ടാണ്. ആൻഡ് ഫൈനലി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഗൈസ്. വെള്ളച്ചാട്ടമെല്ലാം നോക്കിയേ, ഫുള്ള് ബീച്ച് മണക്കുന്നു, ബ്ലീച്ചിൻ്റെ വെള്ളം മണക്കുന്നു, വിസ്മയിലെങ്ങാനും പോയ പോലത്തെ ഒരു മണം. നല്ല രസമുണ്ട്.
നമ്മളിപ്പോൾ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ കണ്ട ലിഫ്റ്റ് പോകുന്ന പോലെയൊന്നും ഇല്ലല്ലോ, റൂമിൽ പോകുന്ന പോലെ അറ്റ്മോസ്ഫിയർ അല്ലേ. പക്ഷെ നമ്മൾ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. ഓ, സ്വർണ്ണ ലിഫ്റ്റ് അങ്ങനെ വേണ്ടിക്ക് പറയാം. ഫസ്റ്റ് ഫ്ലോറിൽ ഏത് ലിഫ്റ്റ് ഉപയോഗിക്കണം? ഇതെടുക്കാം. 1 2 3 4 നമ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇവരെ വിളിച്ചത് ഡ്രീം പ്രീമിയർക്കാ. ഗൈസ്, ഇവരാണ് നമ്മളെ വിളിച്ചത്. ഡ്രീം പ്രീമിയം അല്ല, പ്രീമിയർ ഡ്രീം ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഡെസ്റ്റിനേഷൻ ഉണ്ട്. ചൈന, ജപ്പാൻ. ദീദി പ്രത്യേക ഈ വീഡിയോ കാണണം. ദീദിൻ്റെ ചൈനയിലേക്ക് ഇവർ കൊണ്ടുപോകുന്നുണ്ട് പോലും. ഇത് എന്നെ പിടിച്ച വണ്ടിക്ക് ഞാൻ കൊണ്ടുപോയാ. സിംഗപ്പൂർ, സൗത്ത് കൊറിയ. ഫറൂൻ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ജപ്പാനായിരിക്കും. എനിക്ക് തോന്നി ജപ്പാനാണ് ഫറൂൻ്റെ ഫേവറേറ്റ്. ഇനി പോകേണ്ട ഒരു സ്ഥലം ജപ്പാനാണ്. പക്ഷെ ഞാനും ദീദിയും കൂടി ചൈനയിൽ പോയിക്കോളാം. നമ്മൾ രണ്ടോ ചൈനയാണ് അടുത്ത പ്ലാൻ ചെയ്തത്. നമ്മൾ പോകൂലേ? അപ്പം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അവരെന്തെല്ലാം ഡിസ്ക്രൈബ് ചെയ്തിരുന്നു നോക്കാം. ബാ. ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്നൊന്ന് ജപ്പാനിൽ പോയി. ജപ്പാനിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം പൂവാണിത്. പക്ഷെ ഇപ്പോൾ ഇത് പ്ലാസ്റ്റിക് എല്ലാവരുടെയും വെക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ ഒരുപാട് കപ്പിൾസ് ഉണ്ട് വന്നിട്ട് ക്യൂലാണുള്ളത്. അപ്പം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഇങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. എല്ലാവരും പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇനി ഒരാളെ വിളിക്കുക ചെയ്യുക. എൻ്റെ വീഡിയോ എടുക്കണമെന്ന് ജസ്റ്റ് എനിക്ക് ആ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട്. ഞാൻ ഗിഫ്റ്റ് വാങ്ങാൻ പോയി എന്ന് പറഞ്ഞിട്ടില്ലേ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ സ്ഥിരം പല്ലവി, ഞാൻ മുന്നേ പോയ അതേ സംഭവം തന്നെ അവർ പോയി. അവിടുന്ന് പോയിട്ട് നമ്മളെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരാദ്യം നമുക്ക് കിട്ടിയ 5 ഗിഫ്റ്റ്, അതിൻ്റെ വൗച്ചർ ഉണ്ട് കേട്ടോ, അതും കൂടി ഞാൻ കാണിച്ചില്ല. അയ്യോ, ഒട്ടിച്ചിട്ടില്ലെന്ന് എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് വൗച്ചറാണ്, അന്നത്തെ പോലെയൊന്നുമല്ല. അന്ന് മെയിലായിരുന്നു വൗച്ചർ. ഇതാണ് നമുക്ക് കിട്ടിയ വൗച്ചർ, 5 ഗിഫ്റ്റ്. അതായത് ഒന്നെങ്കിൽ ഫെറാറി വേൾഡ്, അല്ലെങ്കിൽ യാസ് വേൾഡ്, വാട്ടർ വേൾഡ്, അതുപോലെ തന്നെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഡിന്നർ ക്രൂയിസ്, അത് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തേക്ക് ഒന്നിക്ക് ബുർജ് ഖലീഫ, അല്ലെങ്കിൽ വാർണർ ബോയ്സ്, അല്ലെങ്കിൽ ഡെസേർട്ട് സഫാരി. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന്. പിന്നെ 4-മത്തേത് ഹോട്ടൽ സ്റ്റേ, 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടൽ സ്റ്റേ ആണ്. അപ്പം അവർ പറഞ്ഞ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, 3 ദിവസത്തിനുള്ളിൽ നമ്മൾ അവർക്ക് മെയിൽ അയക്കണം. ഏത് ഡേറ്റിൽ ഏതൊക്കെ പ്ലേസസിൽ പോകുന്നുള്ളത് മെയിൽ അയക്കണം. മെയിൽ അയച്ചതിന് ശേഷം അവർ ആ ഡേറ്റ് നോക്കി, അവർ ബൾക്കായിട്ട് എന്തോ ടിക്കറ്റ് എടുക്കുന്നതാണ് പറഞ്ഞത്. ഓരോ ഏജൻസിൻ്റെ അല്ല, സപ്ലയർ എടുത്തുനിന്ന് ബൾക്കായിട്ട് ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്ത ഡേറ്റിന് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ആ സെയിം റിപ്ലൈ മെയിലിൽ തരും. നമ്മളൊരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ആ സെയിം മെയിൽ ഐ ഡിന്ന് മാത്രമേ അവർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. വേറെ മെയിൽ ഐ ഡിന്ന് കൊടുത്താൽ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതായിരുന്നു അവരെ ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു സർവേ പോലെ എടുത്തു. നമ്മൾ ഏതൊക്കെ കൺട്രി പോയി, എന്തൊക്കെ വിസിറ്റ് ചെയ്ത്, അങ്ങനെയുള്ള ഒരു ചെറിയ സർവേ പോലെ കാര്യങ്ങൾ ഇട്ടു. പിന്നെ നമ്മളെ ലൈക്ക് ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ, അങ്ങനെയൊക്കെ നമ്മൾ ചെറിയൊരു സർവേ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ മെയിൻ ഹൈലൈറ്റ് വന്നു, അവരെ പ്രൊമോഷൻ എന്തിനാണ്, പ്രൊമോഷണൽ ഓഫേഴ്സ് എന്താണ്. അപ്പോൾ അവർ പ്രൊമോഷണൽ ഓഫർ എന്ന് പറയുന്നത് ഇച്ചിരി വലുതാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ 14 ദിവസം, 21 ദിവസം, പിന്നെ എത്രയാ, 28ആയിരുന്നു പറഞ്ഞത്, 28 ദിവസം, 30 അല്ലേ, 30 ഡേയ്സ്, പിന്നെ 50 ഡേയ്സ്. ഇതാണ് അവരെ പ്രൊമോഷണൽ ഓഫേഴ്സ്. ടോട്ടൽ നമ്മൾ 14 ദിവസത്തെ പാക്കേജ് എടുത്തു. 14 ദിവസത്തെ പാക്കേജ് എടുത്താൽ ടോട്ടൽ എമൗണ്ട് 5000 സംതിങ് വരും. ഈ 14 ദിവസത്തെ പാക്കേജ് എടുത്താൽ എനിക്ക് വേണ്ടിക്ക് 4 ദിവസം ജോർജിയം, 4 ദിവസം അർമേനിയം, 4 ദിവസം നേപ്പാൾ. അങ്ങനെ എനിക്ക് ആ 14 ദിവസം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏത് കൺട്രിയിൽ വേണ്ടിക്കും പോവാം. ടോട്ടൽ എമൗണ്ട് ഈ എമൗണ്ടേ വരുള്ളൂ, 5000 സംതിങ്ങേ എമൗണ്ട് വരുള്ളൂ. അപ്പം ഞാൻ ഒരു രാജ്യം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 സംതിങ്ങല്ലേ വരുള്ളൂ. അതാണ് അവർ കൺവേ ചെയ്ത് പറയുന്നത്. ഇനിയിപ്പം ഇതിപ്പോൾ 14 ദിവസത്തെ പാക്കേജ്, ഇനി 21 ദിവസത്തെ പാക്കേജ് വരുമ്പോൾ ഇതുപോലെയാണ്, നമുക്ക് ഇഷ്ടമുള്ള രാജ്യം വേണ്ടിക്ക് പോവാം. ഇതേപോലെ തന്നെയാണ് 21 ദിവസത്തെ പ്ലാനും വരുന്നത്. അതായത്
ഈ 21 ഡേയ്സിൽ എനിക്ക് എത്ര രാജ്യം കവർ ചെയ്യാൻ പറ്റുമോ ആ രാജ്യം എനിക്ക് കവർ ചെയ്യാം. ചിലപ്പോൾ ഞാൻ ഈ 21 ദിവസത്തിൽ 11 ദിവസം ഒരു കൺട്രിയിലും ബാക്കിയുള്ള ദിവസം വേറൊരു കൺട്രിയിലോ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ആ 2 കൺട്രി മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് 4 ദിവസം 3 ദിവസം 2 ദിവസം പോയിട്ട് എടുത്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര കൺട്രി കവർ ചെയ്യാൻ പറ്റും ആ ഒരു കൺട്രി കവർ ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞ ആ ഒരു ബഡ്ജറ്റിൽ ചിലപ്പം 5000 ആയിരിക്കും, അല്ലെങ്കിൽ 6000 എന്നുള്ള ബഡ്ജറ്റ് ആണെങ്കിൽ ആ 6000 എന്നുള്ള ബഡ്ജറ്റിൽ നമുക്ക് ഇത്ര കൺട്രി കവർ ചെയ്യാന്നുള്ളതാണ് അവർ പ്ലാന് വരുന്നത്. ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹോട്ടൽ അക്കോമഡേഷൻ, അതിപ്പോൾ 4 സ്റ്റാറോ 5 സ്റ്റാറോ അങ്ങനെ വേണ്ടിക്ക് തരും. പിന്നെ നമ്മുടെ ടൂറ്, സൈറ്റ് സീയിങ്, അവിടുത്തെ എൻട്രൻസ് ടിക്കറ്റ്, അത് ഗൈഡ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ്. പിന്നെ അതിന് പുറമെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ ഫ്ലൈറ്റ് ടിക്കറ്റും തരും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പ്ലാന് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റിൽ മാത്രം ചൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അങ്ങനെയും കിട്ടും. പൊതുവേ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ദിവസത്തെ ഓഫറാണ്. ഇന്ന് ഞാനിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു 250 ദിർഹംസ് കൊടുത്താൽ എനിക്ക് ആ പ്ലാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഈ 3 വർഷമാണ് അവർ വാലിഡിറ്റി പറയുന്നത്. 3 വർഷത്തിനുള്ളിൽ എനിക്ക് എപ്പം വേണമെങ്കിലും ഈ പ്ലാന് യൂസ് ചെയ്യാം. അതിപ്പോൾ അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ക്യാഷ് ഓൺ പേയ്മെൻറ്റ് ഉണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, എല്ലായിട്ടും അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയിപ്പം ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഞാൻ പറയുന്നത് എനിക്കൊരു 12 മാസത്തേക്ക്, ഈ 12 മാസത്തിനുള്ളിൽ ഞാൻ ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ മാസം വെച്ച് ചെറിയ ചെറിയ എമൗണ്ടായിട്ട് എനിക്ക് കൊടുത്ത് തീർത്താൽ മതി. ഇതാണ് അവർ യൂഷ്വലി ഇവരെ പ്രൊമോഷൻ ഭാഗമായിട്ട് ഇവർ ഇതാക്കുന്നത്. പിന്നെ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 3000 കപ്പിൾസ് ഉണ്ടായിരുന്നു ടോട്ടൽ. അവർക്ക് കൂപ്പണിൽ കിട്ടിയ 3000 കപ്പിൾസ് ഉണ്ട്. അതിൽ തന്നെ ചില നമ്പേഴ്സ് ഇൻവാലിഡ് ആണ്, ചില നമ്പേഴ്സ് കിട്ടി. അതിൽ തന്നെ നമ്മൾ കപ്പിൾസ് മാത്രമായിട്ട് ചൂസ് ചെയ്തത് 30 ഫാമിലി ആയിരുന്നു. ആ 30ൽ വളരെ ഭാഗ്യവാനായിട്ടുള്ള ഫാമിലിയാണ് ഞങ്ങൾ, അല്ലേ ഫറു? അതെ അതെ. അപ്പോൾ ഞങ്ങൾ വളരെ ഭാഗ്യവാനായിട്ടുള്ള പ്ലാനാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ ഫസ്റ്റ് തന്നെ എൻ്റെ വീഡിയോൻ്റെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞില്ലേ ഇതേ സംഭവം എനിക്ക് വേറെ ഇടത്തുനിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഇത്രയെല്ലാം കാര്യമാണ്. ഇനിയിപ്പോൾ ഈ വൗച്ചർ റെഡീം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇൻഷാല്ലാ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യം പറയാം. ഈ വൗച്ചർ റെഡീം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇവിടെ വന്നത് കൊണ്ട് കയ്യിൽ കിട്ടിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ സാധനം ഇവിടെ വന്നിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയ സാധനമാണ്. ഇതെന്ത് സാധനം? വാക്വം ഫ്ലാസ്ക് ആണ്. വാക്വം ഫ്ലാസ്ക് 10 ദിർഹംസ്. ഇവിടെ വന്ന ചിലവ് എത്ര ഉണ്ട്? കള്ളം പറയും, പൈസ പോലും പറിച്ചിട്ടില്ല. വല്ല ഡേറ്റ് ഉടേ നിന്ന് വാങ്ങിയതായിരിക്കും മിക്കവാറും. ആ ഡേറ്റ് ഉടേന്ന് ഇതാ സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. 10 ദിർഹംസിന് ഫ്ലാസ്ക് വാങ്ങി തന്നിന്. ഒരു ഫ്ലാസ്ക് കിട്ടിയെന്നുള്ള ആശ്വാസമായിരുന്നു. പക്ഷെ 11 ദിർഹംസിന് ഫ്ലാസ്ക് തന്ന് പറ്റിച്ചതാണ്. ഇനി റെഡീം ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിലായിരിക്കും. അപ്പം ഇതാണ് ഇവിടെ വന്നിട്ടുള്ള സംഭവങ്ങൾ. ഇതാണ് ഞാനൊരു ഇൻട്രോയിലൊരു ചെറിയ സംഭവമായിട്ട് പറഞ്ഞത്. അന്ന് ആ സമയത്ത് ഞാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല അവിടെ പോയിട്ട് കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്ക് പിടുത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവള് പറയുന്നതെല്ലാം ശ്രദ്ധിച്ച് കേട്ടിന്. പിന്നെ ഇവളോട് കുറച്ച് കൺട്രീസിൻ്റെ ഡൗട്ട്. ആ കുട്ടി പറയുന്ന കേട്ടാൽ ശരിക്കും നമ്മൾ കൺവിൻസ് ആവും. നമ്മൾ ശരിക്കും എന്താ പറയുക, കുറച്ച് ട്രാവൽ ചെയ്തിട്ടില്ലെങ്കിൽ അതായത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും എന്താ പറയുക വർത്താനം കേട്ടിട്ട് അയ്യോ ഇത്ര പൈസയുള്ളൂ ഒരു രാജ്യത്ത് പോകാൻ, ഇത് ലാഭമല്ലേ എന്നുള്ളത്. നമ്മൾ പൊതുവെ അങ്ങനെയാണല്ലോ, എവിടെയാണോ ലാഭമുള്ളത് അത് നോക്കുന്നുള്ളൂ. ഇത്രയല്ലേ ഉള്ളൂ, ഇതിൽ നമുക്ക് എന്തായാലും പോയിക്കൂടി, ഇപ്പം ഇന്നൊരു ദിവസത്തെ ഓഫറാണ്, ആ ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യും എഗ്രി ചെയ്തിട്ട് വരും. പക്ഷെ ഞാൻ പോയ വക ഞാൻ മുതലാക്കിയതിന് രാജ്യങ്ങളെ പറ്റിയിട്ട് ചോദിക്കുകയും ചെയ്തതിന് കുറേ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ ഇടങ്ങാറാക്കിയത്. അതാണ് ആ കുട്ടി അത്രയും ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യത്തിന് ഇങ്ങനെ എക്സ്പ്ലെയിൻ എങ്ങനെ ഒരാളെ കൊണ്ട് ഒരു സാധനം എടുപ്പിക്കാം, അതാണ് അവരെ ആ മോട്ടീവ്. അതിൽ ചില ആൾക്കാർ പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ കയറിയപ്പം തന്നെ ഒരു മലയാളി കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞങ്ങൾ രജിസ്ട്രേഷന് സമയത്താണ് അവൻ പറഞ്ഞു നിങ്ങൾ കയറിയ പൈസയൊന്നും കൊടുത്ത പോലെ ഇത് കംപ്ലീറ്റ്ലി സ്കാമാണ്. ആ കുട്ടി ഇവിടുത്തെ സ്റ്റാഫാണ്, അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. പക്ഷെ അവൻ പറഞ്ഞത് ഇത് സ്കാമാണ്, നിങ്ങൾ അറിയാണ്ട് പോലും പൈസ കൊടുത്തു പോവല്ലേ, നിങ്ങൾ പോയി അവർ പറയുന്ന കേട്ട് എല്ലാത്തിനും തലയാട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഉള്ള ഗിഫ്റ്റും വാങ്ങിയിട്ട് വന്നു, കംപ്ലീറ്റ്ലി സ്കാമാണെന്നാണ് അവർ ആ കുട്ടി പറഞ്ഞത്. ഇറങ്ങുന്ന സമയത്ത് പോലും അവനുണ്ടായിരുന്നു. അവന് പറഞ്ഞു ഇത് സ്കാമാണ്, നിങ്ങളത് ഇതാക്കരുത്, കാരണം മലയാളീസാണ്, മലയാളീസിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നില്ലേ അതുമാതിരി. പക്ഷെ എന്താ ഞാൻ പറഞ്ഞില്ലേ സംസാരം അത് സൂപ്പറായിരുന്നു. ഇങ്ങനെ എങ്ങാനും സംസാരിക്കുന്ന ഒരു കുട്ടി, ഞാൻ വല്ല ബിസിനസ്സോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ്സെല്ലാം മെച്ചപ്പെട്ട് പോയിട്ടുണ്ടാവും. യു എയിലുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കുറേ ആക്കി ഇത് കണക്ട് ചെയ്യാൻ പറ്റും.
അത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാനും ഫസ്റ്റ് ടൈം പോയപ്പോൾ എനിക്ക് അറിയാത്തതുകൊണ്ട് ഒരു എക്സൈറ്റ്മെൻറ്റിൽ പോയതായിരുന്നു. പക്ഷെ ഇപ്പം മനസ്സിലായി എന്തായാലും. പക്ഷെ നമ്മൾ ആ വിളിച്ച ആ ഒരു സെയിൽസ് പേഴ്സണോട് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യമാണ്, ഞങ്ങൾ വരുന്നില്ല. പക്ഷെ അവരെ വേറൊരു ട്രിക്ക്, ബിസിനസ് ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് യെസ് ഓർ നോ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാം അല്ലെങ്കിൽ വേണ്ട. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശ്വാസമാവും, ഇതെന്തായാലും എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. കാരണം അവർക്ക് ബിസിനസ് അല്ല, അവരൊരു പ്രൊമോട്ട് ചെയ്യുന്നത് ഉള്ള രീതിയിലായിരിക്കും ഉണ്ടാവും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഞാനും വേറൊരു ലേഡി ഉണ്ടായിരുന്നു, അവരുടെ ബോസാണ് തോന്നുന്നത്. അവൾ മലയാളിയാണ്, പക്ഷെ ബോംബെയിലാണ് പഠിച്ച് വളർന്നതൊക്കെ. അപ്പം ആ മലയാളം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ആ പെണ്ണുങ്ങൾ മലയാളം എല്ലാം കേട്ട് ആ പെണ്ണുങ്ങൾ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേണ്ടിക്ക് എടുക്കാം, യെസ് ഓർ നോ അത് നിങ്ങളുടെ ചോയ്സാണ്. അത് കേൾക്കുമ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, അവർക്കത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ പോയപ്പം ഇത്രയാണ് ഞങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ക്ഷീണം മാറ്റി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്.